അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്ത കേരളയുടെ മദ്രസ 5ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യമായി നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നാമതായി വന്നിരിക്കുന്ന ചോദ്യം യോജിച്ചവ ചേർക്കാമെന്നാണ്. അതിന് താഴെ ബ്രാക്കറ്റുകളിൽ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്, രണ്ടാമത്തേത് നാവാണ്, മൂന്നാമത്തേത് സ്ത്രീകളെയാണ്, നാലാമത്തേത് തഖ്വ ചെയ്യുക, അഞ്ചാമത്തേത് മായ്ച്ചു കളയും, ആറാമത്തേത് സൽക്രമം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിലുള്ള ഒന്നാമത്തെ ചോദ്യം മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് ഡാഷ് എന്നാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് ആ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നാവാണ് എന്നുള്ളതാണ്. നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ നരകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. നമ്മളിനി മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു എഴുതിയിട്ട് പിന്നെ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രാക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അടുത്തത് പിന്നെ നമ്മൾ നാലാമത്തെ നോക്കുകയാണെങ്കിൽ നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് പിന്നെ ഡാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ ഡാഷ് അതാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബ്രാക്കറ്റ് നോക്കിയതാണെങ്കിൽ ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്രമം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആറാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. അതായത് നന്മ ചെയ്താൽ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി പോകുന്നത് രണ്ടാം ഭാഗത്തിലേക്കാണ്. അതായത് പൂർത്തിയാക്കാം എന്നാണത്. അതിൽ ഏകദേശം 5 ചോദ്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഖാലിഖിൻ നാസ എന്നിട്ട് ഡാഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഉത്തരം നമ്മൾ ഏതാണെങ്കിൽ ഖാലിഖിൻ നാസ ബിഖുലൂഖി ഹസനി. നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല, അതിൽ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല, അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ അതിലെ നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ള ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ എന്നിട്ട് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ. അങ്ങനെ 5 പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ്. അതായത് മൂന്നാമത്തെ ചോദ്യം എന്തെന്നാൽ 2 വീതം എഴുതാമെന്നാണ്. ആ സെക്ഷനിൽ ഏകദേശം 4 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നാവിൻ്റെ ദോഷങ്ങൾ, രണ്ടാമത്തെ ചോദ്യം കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണ്, മൂന്നാമത്തെ ചോദ്യം സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നെ നാലാമത്തേത് മനസ്സിൻ്റെ രോഗങ്ങൾ എന്നീ 4 ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്.
ഇതിൽ ഒന്നാമത്തെ ചോദ്യമായ നാവിൻ്റെ ദോഷങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ, നാവിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഷണി, അതേപോലെ പരദൂഷണം, അതേപോലെ ചീത്ത പറയൽ, അതേപോലെ ശപിക്കൽ, പിന്നെ കളവ് പറയൽ, പിന്നെ അതേപോലെ തന്നെ പരിഹസിക്കൽ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നാവിൻ്റെ ദോഷങ്ങൾ എന്നുള്ളതിൽ എഴുതാൻ പറ്റും. അതേപോലെ അടുത്ത ചോദ്യമാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അപ്പോൾ നമ്മൾ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് നോക്കുകയാണെങ്കിൽ ഇൽമ പഠിക്കുക, അതേപോലെ നല്ലവരുമായിട്ടുള്ള കൂട്ടുകൂടൽ, പിന്നെ ആരാധനാ കർമ്മങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്യുക, പിന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നന്മ അധികരിപ്പിക്കുക, പിന്നെ അതേപോലെ നല്ല വാക്ക് പറയുക, പിന്നെ സംസാരം കുറയ്ക്കുക, പിന്നെ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക, പിന്നെ സത്യസന്ധത പുലർത്തുക, പിന്നെ പാപങ്ങൾ വെടിയുക എന്നുള്ളത് ഈ സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നാലാമത്തെ ചോദ്യമാണ് മനസ്സിൻ്റെ രോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ മനസ്സിൻ്റെ രോഗങ്ങൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അസൂയ മനസ്സിൻ്റെ രോഗമാണ്, അഹങ്കാരം, അതേപോലെ അത്യാഗ്രഹം, പിന്നെ കോപം, പിന്നെ ദുശ്ചിന്ത, പിന്നെ ലോകമാന്യം, പിന്നെ പൊങ്ങച്ചം തുടങ്ങിയൊക്കെ ഈ മനസ്സിൻ്റെ രോഗങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഓരോരോ ക്വസ്റ്റ്യന് അനുസരിച്ച് അതിൻ്റെ അടിയിൽ എഴുതിയാൽ മതി. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് വ്യക്തമാക്കാം എന്നുള്ള നാലാമത്തെ ചോദ്യത്തിലേക്കാണ്. അതിലാണെങ്കിൽ ആകെ 3 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1 സൽസ്വഭാവം, അതേപോലെ 2 ഇഖ്ലാസ്, മൂന്നാമത്തേത് തസ്കിയത്തുൽ ഖുലൂബ് എന്നാണ്. ഇതിൽ നമ്മൾ ഒന്നാമതായി സൽസ്വഭാവം നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വ്യക്തമാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതുക, പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയൊക്കെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അതായത് പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയൊക്കെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇഖ്ലാസ് എന്നാണ്. ഇഖ്ലാസ് നമ്മൾ പറയുമ്പോൾ അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഖ്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഴുതേണ്ടത് അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ തസ്കിയത്തുൽ ഖുലൂബ്. അപ്പോൾ തസ്കിയത്തുൽ ഖുലൂബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷിച്ച വിശ്വാസം, അതേപോലെ ദുഷിച്ച വിചാരം, പിന്നെ വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അതായത് ദുഷിച്ച വിശ്വാസം, അതേപോലെയുള്ള വിചാരങ്ങൾ, പിന്നെ വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അഞ്ചാമത്തെ നോക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് ഉത്തരം എഴുതാം എന്നാണ്. അതിലാകെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് കൽബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു എന്നാണ് അതിൻ്റെ ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ഉത്തരം നോക്കുകയാണെങ്കിൽ കൽബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു, അറിയുക അതാണ് കൽബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതായത് ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു, അറിയുക അതാണ് കൽബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ അഞ്ചാമത്തെ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ആറാമത്തെ ചോദ്യമാണ്. അതായത് അത് ക്രമത്തിലാക്കാമെന്നാണ്. താഴെ ഒരു സെൻറ്റൻസ് ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ആ സെൻറ്റൻസിനെ ക്രമത്തിലാക്കി എഴുതാമെന്നാണ് ആറാമത്തെ ചോദ്യം. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് മാ ബൈന ലഹ്യൈഹി, പിന്നെ അതിന് ശേഷം അദ്മൻ ലഹുൽ ജന്നത്ത, പിന്നെ മൈ യദ്മൻലി, പിന്നെ വമാ ബൈന റിജ്ലൈഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമ്മളൊരു സെൻറ്റൻസാക്കി എഴുതുകയാണെങ്കിൽ മൻ യദ്മൻലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന.
അതായത് മൻ യൽമല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന രിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കൊണ്ട് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.